ഹായ് ഹലോ എല്ലാവർക്കും നേച്ചർ റൂട്ട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ അടുക്കളത്തോട്ടം തക്കാളിത്തോട്ടമാക്കി മാറ്റാനായിട്ട് നമ്മളെ സഹായിക്കുന്ന നല്ല ഒരു ഒന്നാം തരം ഇലവളവും അതുമാത്രമല്ല നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ നമ്മുടെ തക്കാളികൾക്ക് വളമാക്കി നൽകാൻ പറ്റുന്ന നല്ലൊരു ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസറിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഞാൻ എൻ്റെ ഫോണിൽ വീഡിയോ സ്റ്റോറേജ് കുറച്ച് കുറവായത് കാരണം വീഡിയോ ആയിട്ടല്ല, ജസ്റ്റ് ഫോട്ടോ, അതായത് ഞങ്ങളുടെ വീട്ടിലും അടുക്കള തോട്ടത്തിലും ടെറസിലുമായിട്ട് നിൽക്കുന്ന തക്കാളികളുടെ കുറച്ച് ഫോട്ടോസ് ആക്കിയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ അധികം ഭംഗിയൊന്നും ഉണ്ടാകത്തില്ല, എന്നാലും വോയിസ് കേട്ട് എല്ലാവരും ചാനലും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വളരെ വേഗം കൃഷി ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പച്ചക്കറിയാണ് തക്കാളി. നമ്മളൊരു വിത്ത് നട്ട് അത് വളർന്ന് തക്കാളിയായി വിളവെടുക്കാനായിട്ട് മാക്സിമം 80 ദിവസം വരെയെങ്കിലും സമയമെടുക്കും. നമുക്ക് രണ്ട് രീതിയിൽ തക്കാളിയുടെ തൈ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. ഒന്ന്, നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് വാങ്ങിക്കുന്ന തക്കാളിയിൽ നിന്ന് നല്ലൊരു തക്കാളി സെലക്ട് ചെയ്തെടുത്തിട്ട് അതിൽ നിന്നുള്ള കുരു എടുത്തിട്ട് നമുക്ക് തൈകളാക്കി എടുക്കാനായിട്ട് പറ്റുമല്ല, നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള വിത്തുകൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ തൈകൾ നടാൻ നേരത്ത് മാക്സിമം ഗ്രോ ബാഗിൽ തന്നെ തൈകൾ നടാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന വളം ഗ്രോ ബാഗിൽ തന്നെ തങ്ങി നിൽക്കും. അല്ലെങ്കിൽ മണ്ണിലാണ് നമ്മൾ തക്കാളി നടുന്നതെങ്കിലും മറ്റ് ചെടികൾ കൂടി ആ ഒരു വളം വലിച്ചെടുക്കുകയും ചെയ്യും. ഗ്രോ ബാഗിൽ തക്കാളി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യവും കൂടിയുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ മണ്ണ് കുറച്ചേ എടുക്കാൻ പാടുള്ളൂ. അതിനെന്താ കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ വളം ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ചെടികൾ പൊന്തി മേലോട്ട് പോകും. അപ്പോൾ പിന്നീട് ഒടിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാനായിട്ടാണ് മണ്ണ് കുറച്ചേ എടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. നമ്മൾ തക്കാളി നടുന്നതിന് മുന്നേ നമ്മൾ അടിവളം റെഡിയാക്കുന്ന ഒരു പതിവുണ്ട്. പക്ഷേ കരിയിലയ്ക്ക് പകരം നമുക്ക് ഇവിടെ ചേർത്ത് കൊടുക്കാൻ പറ്റുന്ന ഒന്നാം തരം വളം. ഇത് ചേർത്ത് കൊടുത്താൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂവ്, അതായത് തക്കാളി പൂവിട്ട് കഴിയുമ്പോൾ പൂ ഒന്നും കൊഴിഞ്ഞു പോകത്തില്ല. അത് മാത്രമല്ല, പിടിക്കുന്ന പൂ മുഴുവനും കായ്കളായി തന്നെ മാറുകയും ചെയ്യും. അങ്ങനെ വരുന്ന ഒരു ഒന്നാം തരം വളവും കൂടിയാണ് ഇത്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ആരോഗ്യത്തിന് നല്ലതാന്ന് പറയുന്ന മുരിങ്ങയിലയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരുപാട് അയണുണ്ട്, ഒരുപാട് ആൻറ്റി ഓക്സിഡൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചെടിക്കും വളരെ നല്ലതാണ്. കരിയില ഉപയോഗിക്കുന്നതിന് പകരം അടിവളമായിട്ട് നമുക്ക് ഈ ഒരു മുരിങ്ങയിലയുടെ ഇലകൾ ഉപയോഗിച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. ഒരുപാട് കായ്കളും ഒരുപാട് പൂക്കളും ഒക്കെ നമുക്ക് നമ്മുടെ ചെടികളിൽ ഉണ്ടാകും. തക്കാളി ചെടി കുറച്ച് ഹൈറ്റൊക്കെ വെച്ചതിന് ശേഷം തക്കാളിയിൽ പൂവൊക്കെ കുത്താനായിട്ട് തുടങ്ങും. ഈ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു എന്ന് ചിലർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിലൊരു മെയിൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ തക്കാളിക്ക് കൊടുക്കുന്ന വെള്ളം അമിതമായി കഴിഞ്ഞാൽ തക്കാളിയിൽ ഉണ്ടാകുന്ന പൂക്കൾ ഇതുപോലെ കൊഴിഞ്ഞു പോകാനും തക്കാളി ചെടി തന്നെ നശിച്ചു പോകാനും ഒരു കാരണമാണ്. അപ്പോൾ തക്കാളിയിൽ പൂവൊക്കെ കുത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂവ് കൊഴിഞ്ഞു പോകാതിരിക്കാനും പൂക്കൾ കായ്കളായിട്ട് മാറാനുമായിട്ട് നമ്മൾ ആഴ്ചയിൽ ചെയ്തു കൊടുക്കേണ്ട ലിക്വിഡായിട്ടുള്ളൊരു വളത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ലിക്വിഡായിട്ടുള്ള വളം കൊടുക്കുന്നത് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടികളൊക്കെ വേഗം തന്നെ അത് ആഗിരണം ചെയ്ത് നമുക്ക് നല്ല ഫലവും വിളവും ഒക്കെ അതിനകത്തുനിന്ന് ലഭിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇനി എന്താ ലിക്വിഡായിട്ടുള്ള വളമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു വളം ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് കഞ്ഞിവെള്ളമാണെന്ന്. കഞ്ഞിവെള്ളം നമുക്ക് എല്ലാവർക്കും അറിയാം. കഞ്ഞിവെള്ളത്തിൽ ഒരുപാട് തരത്തിലുള്ള ഗുണമുണ്ട്. മണ്ണ് നല്ല ഫലപുഷ്ടിയോടെ നിർത്താനായിട്ട് കഞ്ഞിവെള്ളത്തിന് സാധിക്കും. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് കൊടുക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അതും മുരിങ്ങയില തന്നെയാണ്. മുരിങ്ങയിലയിൽ ഞാൻ പറഞ്ഞു നേരത്തെ ഒരുപാട് അയണും ഫോസ്ഫറസും ആൻറ്റി ഓക്സിഡൻസുകളൊക്കെ ഒരുപാടുണ്ട്. ചെടിയുടെയൊക്കെ വളർച്ചയ്ക്കും ഒരുപാട് വിളവ് ലഭിക്കാനും ഒക്കെ വളരെ വളരെ നല്ലതാണ് മുരിങ്ങയില. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചെയ്ത് കൊടുക്കേണ്ട ഒരു എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് കഞ്ഞിവെള്ളത്തിൽ, അതായത് 1 ലിറ്ററോളം വരുന്ന കഞ്ഞിവെള്ളം നമുക്ക് വേണം. നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ അത്രയും നമുക്ക് കഞ്ഞിവെള്ളം എടുക്കാം. ഞാനൊരു കണക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ.
കഞ്ഞിവെള്ളം നമുക്കൊരു മാക്സിമം 3 ദിവസം വരെയെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് പുളിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. 3 ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് തുറന്ന് നോക്കുമ്പോൾ കാണാൻ നല്ല രീതിയിൽ കട്ടിയായിട്ടിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിത് വെള്ളം ഒഴിച്ച് ഡയല്യൂട്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് ചെയ്യേണ്ടത് മുരിങ്ങയില, ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, മുരിങ്ങയില ഒരുപാട് അയണുണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, ഇതൊക്കെ ചെടികൾക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് മുരിങ്ങയില നല്ല രീതിയിൽ വെള്ളമൊക്കെ വെച്ച് വെള്ളവും മിക്സിയിൽ നല്ല രീതിയിൽ അടിച്ചെടുക്കണം, നല്ല രീതിയിൽ ജ്യൂസാക്കി എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. കഞ്ഞിവെള്ളം നമുക്ക് ലൂസാക്കി എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് വെള്ളത്തിന് പകരം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈ മുരിങ്ങയിലയുടെ ജ്യൂസ് കഞ്ഞിവെള്ളത്തിലേക്ക് നമുക്ക് ഒഴിച്ചിടാം. അതായത് കഞ്ഞിവെള്ളം കട്ടിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ കട്ടി കുറയ്ക്കുന്നതിന് വേണ്ടി മുരിങ്ങയിലയുടെ ജ്യൂസ് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നമ്മുടെ ചെടികളുടെ ചുവട്ടിലേക്ക് നേരിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല പൂക്കൾ ഉണ്ടാവുകയും നല്ല ആരോഗ്യത്തോടെ ചെടികൾ വളർന്നു വരികയും ഉണ്ടാവുന്ന പൂക്കൾ മുഴുവനും കായ്കളാകാനും വളരെ നല്ലതാണ് ഈ ഒരു ജ്യൂസ്, ഈ ഒരു ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസർ. അപ്പോൾ എല്ലാവരും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചാണകവും കോഴിവളവും ഒന്നും കിട്ടാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാന്തരമായിട്ടുള്ളൊരു ജൈവവളവും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, കൂട്ടത്തിൽ ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.